പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി എളിയ ദാസിനെ അനുവദിച്ചോർത്ത് രാജാവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം മണൽത്തിട്ടയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. യേശു ക്രിസ്തുവിൻ്റെ വരവ് മൂർധന്യാവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പൂർണ്ണാവസ്ഥ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ, സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ, സഭാജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ, മറ്റൊന്ന് സഭയുടെ തകർച്ചയെപ്പറ്റി നമ്മൾ കാണുമ്പോൾ, കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം നമ്മൾ കാണുമ്പോൾ, വിശ്വാസത്തെയും വിശുദ്ധിയും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ നമ്മൾ കാണുമ്പോൾ, വിശുദ്ധിയും വിശ്വാസവും നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഭവനങ്ങൾ ശൂന്യവൽക്കരിക്കപ്പെടുന്നത് നമ്മൾ കാണുമ്പോൾ, പ്രപഞ്ചത്തിലെ അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നു, മഴ വർദ്ധിക്കുന്നു, കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമ്മൾ കാണുമ്പോൾ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയും യുദ്ധവും മുറുകി വരുമ്പോൾ, ഒരാഗോള മൂന്നാം ലോക മഹായുദ്ധം എന്ന തലക്കെട്ടും വാർത്തകൾ നമ്മൾ കാണുമ്പോൾ, ഇങ്ങനെ എല്ലാ വിധത്തിലും എങ്ങനെ നോക്കിയാലും ഒരു യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ആഗതമായി നിൽക്കുന്ന പശ്ചാത്തലം ഭൂമിയിൽ ഒരുങ്ങുന്നത് ഭൂമിയെ ഒരു മണൽത്തിട്ടയാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടാണ്. അതിൻ്റെ രണ്ടാമത്തെ ജ്ഞാനത്തിൻ്റെ തലത്തിലുള്ള വചനമാണ് മനുഷ്യ ഹൃദയങ്ങൾ മണൽത്തിട്ടകളായിട്ട് മാറുക, സഭാതലങ്ങൾ മണൽത്തിട്ടകളായിട്ട് മാറുക, കൗദാശിക തലങ്ങളിൽ മണൽത്തിട്ട രൂപം പ്രാപിക്കുക, വിശുദ്ധി ദൈവവചനം എന്ന ദൈവവചനത്തിൽ മണൽത്തിട്ട രൂപം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവപ്രമാണങ്ങളും ദൈവകൽപ്പനകളും ദൈവിക പ്രബോധനങ്ങളും മായം ചേർത്ത് സുവിശേഷമായിട്ട് കലർത്തി മിക്സ് ചെയ്ത് കൊടുക്കുക, കഷായം പോലെ കൊടുക്കുക, എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ സഭയിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ശാസ്ത്രത്തിലും ബന്ധങ്ങളിലും എല്ലാ നിലകളിലും ഒരു മണൽത്തിട്ട രൂപം പ്രാപിച്ച പശ്ചാത്തലത്തിൽ കൂടെ ലോകവും സഭയും കടന്നു പോകുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു വീണ്ടും രണ്ടാമത് ഭൂമിയിലേക്ക് വരാറാകുന്നു എന്നുള്ളതാണ്. ആ പശ്ചാത്തലത്തിൻ്റെ ഒരു ആമുഖ ചിന്തയാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് മണൽത്തിട്ട എന്നിപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയേണ്ട ആവശ്യമില്ല. എവിടെയൊക്കെ മണൽത്തിട്ട നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന വരുള്ളൂ. ആദ്യം നാം പരിശോധിക്കേണ്ടത് എൻ്റെ ഹൃദയം, ഞാൻ ഒരു മണൽത്തിട്ടയുടെ ഹൃദയമുള്ള മനുഷ്യനാണോ? വിശുദ്ധിയുടെ ജീവനെ നിലനിർത്താൻ, വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും അളവ് എൻ്റെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും എന്നോട് ചേർന്ന് നിൽക്കുന്നവരിലും കൊടുക്കുവാൻ മാത്രം പക്വതയും പൂർണ്ണതയും പ്രാപിച്ചവനാണോ ഞാൻ എന്ന പരിശോധനയും പഠനവും ഞാൻ എന്നിൽ തന്നെ ആദ്യം നിറവേറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പരമപ്രധാനമായ നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യം. രണ്ടാമത് നമ്മൾ നമ്മുടെ ജീവികളോട്, കുടുംബത്തിലുള്ളവരോട്, അയൽപക്കത്തുള്ളവരോട്, സമൂഹത്തോട്, രാഷ്ട്രത്തോട്, സഭയോടൊക്കെ നാം ഏത് രീതിയിലുള്ള കാഴ്ചപ്പാട് വെച്ച് പുലർത്തണം? അല്ലെങ്കിൽ അവിടെ മണൽത്തിട്ടയാണെങ്കിൽ നാം അതിനോട് എങ്ങനെ ചേരണമോ ചേരേണ്ടിയോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായൊരു അവബോധം ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്ന് ഞാൻ നിങ്ങളെ ഈ ആമുഖ സംഭാഷണത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ഫോൺ കോളുകൾ, വിദേശ കോളുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആ കോളുകളിലെല്ലാം തന്നെ ജീവിതം നഷ്ടപ്പെട്ട ഒരു ജോലി ഉണ്ട്, അല്പം സമ്പത്ത് കിട്ടുമല്ലോ വിചാരിച്ച് ഇവിടുന്ന് ചില സ്ത്രീകൾ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പുരുഷന്മാർ പോയിട്ടുണ്ട്. അപ്പോൾ ഭാര്യമാർ ഇവിടെയായിരിക്കും. എങ്ങനെ പോയാലും ആദ്യമൊക്കെ കുറച്ച് 1 വർഷമോ 2 വർഷമൊക്കെ കുറച്ച് പൈസയൊക്കെ വീട്ടോട്ടയക്കും, അത്യാവശ്യം കടബാധ്യത വീട്ടും, വിദേശ ജോലിക്കായിട്ട് പോയ പൈസയൊക്കെ ഒന്ന് വീട്ടും. പിന്നെ പൈസ ഇങ്ങോട്ട് വരുന്നില്ല, പണം ഭാര്യയുടെ പേരിലേക്ക് പണം ഭർത്താവ് അയച്ചു കൊടുക്കുന്നില്ല, ഭാര്യയാണ് വിദേശത്തുള്ളെങ്കിൽ ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എടുത്തുകൊണ്ടിരുന്ന പണി നഷ്ടമാകുന്നു. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണെന്ന് അവർ ഇവിടെ നിന്ന് അന്വേഷിക്കുമ്പം അവർ ഫോൺ എടുക്കുന്നില്ല. എടുത്താൽ എന്തെങ്കിലും മറുതലിപ്പ് പറയുക, അല്ലെങ്കിൽ വക്രത പ്രവർത്തിക്കുക, അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ പറയുക, അല്ലെങ്കിൽ ലിവിങ് ടൂതർ പോലെ അവരെ ആഘോഷിക്കുക, അവിടെ സുഖിച്ച് ജീവിക്കുക. ഇങ്ങനെയുള്ള അധംപതിച്ച
ദൈവിക മഹത്വത്തെ നഷ്ടപ്പെടുത്തുന്ന, വിശുദ്ധിയെ ഇല്ലാതാക്കുന്ന, ദൈവിക കൗദാശിക തലങ്ങളിലെ അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ്റെ ഉറവകളെ നശിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുക. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും ജീവൻ്റെ നിത്യജീവൻ്റെ ഉറവയുടെ അടിസ്ഥാനത്തിലല്ല ബന്ധങ്ങളും വ്യക്തിജീവിതവും കടന്നു പോകുന്നു. ആ പശ്ചാത്തലം ലോകത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നാം എപ്രകാരമായിരിക്കണം, നാം എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു ശരിയായ അവബോധം നമ്മുടെ ഹൃദയത്തിൽ നമുക്കുണ്ടാവണം. അത് പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ഏകദേശം 1-2 ക്ലാസ്സുകൾക്ക് അപ്പുറത്ത് പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ, നിന്റെ നീതി അതിശയിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ജ്ഞാനം അവരുടെ ജ്ഞാനത്തിന് മുകളിലേക്ക് കയറുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടേക്കാൾ സഭാപ്രബോധനത്തെക്കാൾ കൂടുതൽ അറിവും ജ്ഞാനവും നീ നേടുന്നില്ല എങ്കിൽ, നിന്നെ പ്രബോധവൽക്കരിക്കുവാൻ മറ്റൊരു ഉപദേശക സമിതിയോ മറ്റൊരു പ്രബോധനമോ നിനക്ക് കിട്ടുകയില്ല. അപ്പോൾ നീ എന്ത് ചെയ്യണം? അതിനു മുമ്പ് തന്നെ, ഈ പൈശാചിക തിന്മകൾ ലോകത്തിൻ്റെ ആധിപത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ നീ അത് ലംഘിക്കുവാൻ, പൈശാചിക തിന്മകളുടെ പിടുത്തിൽ നിന്ന് വിമോചനം നേടുവാൻ, പൈശാചിക കുതന്ത്രങ്ങൾ ഏതെന്ന് തിരിച്ചറിയുവാൻ, ഇന്നത്തെ ആധുനിക വൽക്കരിക്കപ്പെട്ട ജഡമോഹത്തിൽ നിന്നും തെന്നിമാറുവാൻ, പൈശാചിക തിന്മയുടെ അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും മാലിന്യത്തിൻ്റെയും കൂമ്പാരത്തിൽ നിന്ന് വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് എടുത്തു മാറ്റപ്പെടുവാൻ ശക്തമായ ഒരു പ്രബോധന ജ്ഞാന വരം നിന്നിലുണ്ടാവണം. കാരണം ഇനി വരും കാലഘട്ടങ്ങളിൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ, അതിൻ്റെ DNA തന്മാത്രയുടെ വിഭജിക്കൽ, ഒരു മനുഷ്യൻ്റെ DNA തന്മാത്രയെ ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ തിയറി ഉപയോഗിച്ച് അവർ ഗ്രഹിക്കാൻ തക്കവിധം ശാസ്ത്രം വളർന്നിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനെന്ന വ്യക്തി ഏത് തന്മാത്ര, ഏത് DNA തന്മാത്രയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പടുത്തുയർത്തപ്പെട്ടത്, സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ആദ്യ ലോകത്തിലെ ക്വാണ്ടം കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് ജന്മം തരുന്ന സാഹചര്യത്തിൽ എൻ്റെ അപ്പൻ മദ്യം കഴിച്ചിട്ടോ കഞ്ചാവ് ഉപയോഗിച്ചിട്ടോ പുകവലിച്ചിട്ടോ ഒക്കെ ആയിരുന്നു എനിക്ക് ജന്മം തന്നത് എങ്കിൽ എൻ്റെ DNA തന്മാത്ര പിശാചിനെ പിടുത്തത്തിൽ നിന്നാണ് ഞാൻ ജന്മം കൊണ്ടതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് പിശാചിൻ്റെ, അപ്പോൾ എൻ്റെ DNA തന്മാത്രയുടെ ആധിപത്യം ആർക്കാണ്? സാത്താനാണ്. അപ്പോൾ ഇപ്പോൾ എന്നിൽ ഈ DNA തന്മാത്രയുടെ സ്വാധീനം ഉപയോഗിച്ച് എപ്പോഴും സാത്താൻ എന്നിൽ വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പുതിയ കണ്ടുപിടുത്തമായ എയർ റോബോട്ടുകളുടെയൊക്കെ ക്വാണ്ടം കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൂടെ എന്നെ വിശകലനം ചെയ്താൽ പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അത്ര നിഗൂഢമായ തലങ്ങളിൽ പോയി ഞാനെന്ന വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ തലങ്ങളെ കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം വരും കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ വരും. അങ്ങനെ മുമ്പിൽ വരുമ്പോൾ ഞാൻ ഇപ്പോൾ എവിടെയാണ്, അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ ഞാൻ ഏത് DNA തന്മാത്രകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് കണ്ടുപിടിക്കപ്പെട്ടു കഴിയുമ്പോൾ ഞാൻ സാത്താൻ്റെ വ്യക്തിയാണോ ദൈവത്തിൻ്റെ വ്യക്തിയാണോ എന്ന് വിഭജിച്ച് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എന്നെ എന്നല്ല, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും ആ രീതിയിൽ കണ്ടെത്താൻ കഴിയും. മറ്റൊരുദാഹരണം പറഞ്ഞാൽ, ഒരു വേശ്യാവൃത്തി പ്രവർത്തിച്ചതിന്, വേശ്യാത്വം ചെയ്തതിന് ശേഷം ഒരു പുരുഷൻ ഒന്ന് ഭാര്യയോട് ചേർന്നൊരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ ആ കുഞ്ഞിൻ്റെ DNA തന്മാത്രയിലും അവൻ്റെ ആത്മാവിൽ എന്താണ്? വേശ്യയുടെ ദുരാത്മാവ്, വേശ്യാത്വത്തിൻ്റെ ദുരാത്മാവാണ് ആ കുഞ്ഞിന് ജന്മം കൊടുത്തപ്പോൾ ഉള്ളത്. അപ്പോൾ ആ കുഞ്ഞിന് DNA തന്മാത്രയിൽ എന്തുണ്ട്? സാത്താൻ്റെ സ്വാധീനമുണ്ട്. അപ്പോൾ ആ കുഞ്ഞ് ജനിക്കുമ്പോഴും ആ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞൊരു വചനം, ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഒരാൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ച് ജന്മം കൊണ്ടിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും ഒരു അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു 80%-90% ഒക്കെ പൈശാചിക സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നായിരിക്കും, മാതാപിതാക്കളുടെ സ്വാധീനത്തിൽ നിന്നായിരിക്കും ചിലപ്പം മക്കളോ ജന്മം കൊള്ളുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനും കർത്താവിന് പരാതിയില്ല. കർത്താവ് ഒന്നിനും പറയുന്നത്, നീ പരിശുദ്ധാത്മാവുകൊണ്ട് വീണ്ടും ജനിക്കുക, അത് മതി. നിന്റെ തിന്മയുടെ സ്വാധീനം നിന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടെ പരിശുദ്ധാത്മാ അഗ്നി നിന്നിൽ കത്തിപ്പെടുമ്പോൾ നിന്റെ DNA തന്മാത്രയിൽ അന്തർലീനമായിരിക്കുന്ന പൈശാചിക തിന്മയുടെ ദുരാത്മാക്കളെ കത്തിക്കുവാനും ബന്ധിക്കുവാനും ബഹിഷ്കരിക്കാനും സാധിക്കുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ വചനം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നാം ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരുടെ DNA തന്മാത്രയിൽ നിന്ന് വന്ന ഏതെങ്കിലും പൈശാചിക തിന്മയുടെ ദുരാത്മാക്കൾ നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചറിയേണ്ടത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ പരിശോധിച്ചറിയാനുള്ള സംവിധാനം ശരിക്കും ദൈവവചനമാണ്. ഇതിൻ്റെ സ്കാനറിങ്, ഇതിൻ്റെ എക്സ്റേ രശ്മി എന്ന് പറയുന്നത്, ഇതിൻ്റെ എക്സ്റേ സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും ദൈവവചനമാണ്. ദൈവവചനം വെച്ചല്ലാതെ
ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ നമുക്ക് വിലയിരുത്തി ആ വ്യക്തി ഇപ്പോൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ മറ്റു രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സഭാതലങ്ങളിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇടവകയിൽ, ഇപ്പോൾ ഈ ഇടവകയിലൊക്കെ വലിയ തിരുനാൾ എന്നാണ് പറഞ്ഞുകൊണ്ട് പെരുന്നാളെന്നും തിരുനാളെന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ചില വാർത്ത കണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മൂവാറ്റുപുഴ ഏതോ ഒരു പള്ളിയിൽ വെടിക്കെട്ട് നടന്നു, ഒരാൾ മരിച്ചു, ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ പൊള്ളേറ്റ് കിടക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നടക്കുന്ന തിന്മയുടെ സ്വാധീനം, അത് ദൈവത്തിൻ്റെ ആരാധനയിൽ ഒരിക്കലും വെടിക്കെട്ടുകളോ അതിൻ്റെ പണം മുടക്കലുകളോ ആവശ്യമില്ല, ചെയ്യുന്നത് തെറ്റാണ്, തിന്മയാണ്. അത്തരം തിന്മകൾക്ക് റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായത്തിൽ കർത്താവ് എന്ത് ശിക്ഷയാണ് അയക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനത്തിൽ കർത്താവ് വേണ്ടി ഇത്തരം തിന്മകൾ ചെയ്യുന്ന സഭ, ഇടവക, രൂപതകൾ അല്ലെങ്കിൽ ആഗോള സഭയിൽ ഏതെങ്കിലും RC ഏതെങ്കിലും റീത്ത് വിഭാഗങ്ങൾ, അതിൽ ഏത് വിഭാഗമായാലും, ഏത് ഇടവകയായാലും, ഏത് രൂപതയായാലും, ഏത് റീത്തുകളിൽപ്പെട്ടവരായാലും അവരെ ദൈവം ശിക്ഷിക്കും. ഒരിക്കലും അത് ശരിയല്ല. എന്നിട്ട് അദ്ദേഹത്തിന് 1,00,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞ് അച്ഛൻ്റെ മുമ്പിൽ ഒരു ചാനലിൻ്റെ മൈക്ക് കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടു. അതൊക്കെ എത്രയോ തിന്മയാണെന്ന് ആലോചിച്ച് നോക്കണം. പ്രിയപ്പെട്ട, നമ്മൾ ഇത്തരം മ്ലേച്ഛതകൾ, ഇത്തരം അശുദ്ധിയെ തിരിച്ചറിയണം. നമ്മുടെ ആത്മാവിന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ, ആ അച്ഛൻ്റെയും ആ പള്ളിയും മണൽത്തിട്ട നിറഞ്ഞ പള്ളിയും അച്ഛനും വികാരിയും ഇടവാചനങ്ങളും മണൽത്തിട്ട ജീവനില്ലാത്ത ഇടവകയാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ നമ്മൾ വിവേചിക്കണം, ഇങ്ങനെ വചനം വെച്ച് വിവേചിക്കണം, വചനത്തിൻ്റെ സ്കാനിങ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് പഠിക്കണം പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ റോമാക്കാരിൽ പറയുന്നുണ്ട്, ഏതാണ് റോമാക്കാരിൽ 1-ാം അധ്യായം 18-ാം തിരുനാൾ, മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അതാണ് ദൈവത്തിൻ്റെ ക്രോധം മിസൈൽ രൂപത്തിലാണ്. മിസൈൽ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട് ഇത്തരം പള്ളികൾ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ, ഇത്തരം രാഷ്ട്രങ്ങൾ, ഇത്തരം സ്ഥലങ്ങൾ ദൈവം ചുട്ട് കത്തിച്ച് ചാമ്പലാക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരം മണൽത്തിട്ട നിറഞ്ഞ സ്ഥലങ്ങൾ, വ്യക്തികൾ, ഇടവകൾ, രൂപതകൾ, സഭകൾ, റീത്തുകൾ, അത് ആഗോള സഭ, ഏതു സഭയുമായിക്കോട്ടെ, ഏത് രാഷ്ട്രമായിക്കോട്ടെ, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു മിസൈലിനേ ഉള്ളൂ. അത് കർത്താവ് ആകാശത്ത് ക്രോധം അഴിച്ചു വിട്ട് കത്തിക്കുന്നു പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനി അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി നമ്മൾ എങ്ങനെ ആയിരിക്കണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മളെ സഭ ഒരുക്കുമെന്നോ ഇടവക ഒരുക്കുമെന്നോ വചനപ്രഘോഷർ കേരള സഭയിൽ ഇപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും വചനപ്രഘോഷർ ഒരുക്കുമെന്നോ ഒന്നും വിചാരിച്ചു പോകരുത്. ആരും വിചാരിക്കരുത്, അങ്ങനെ വിചാരിക്കുന്നത് തെറ്റാണ്. ആരും നിങ്ങളെ ഒരുക്കാൻ വരികയില്ല. പെട്ടെന്ന് അത് ഗർഭിണിക്ക് കൊറിന്തോസ്കാരിൽ എന്ത് പറയുന്നുണ്ട്, ഗർഭിണിക്ക് പ്രസവവേദന എന്നപോലെ പെട്ടെന്ന് നാശം അവിടെ മേൽ നിബുധിക്കും. അപ്പോൾ പെട്ടെന്ന് വലിയ ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇതൊന്നും പഠിപ്പിക്കാൻ ആരെക്കൊണ്ട് ഇത് സമയം കിട്ടുമോ, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ? നടക്കില്ല ആ സംഭവങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എങ്ങനെ ആയിരിക്കണം നാം എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർപ്പത്തിൻ്റെ ബുദ്ധിയിൽ പ്രാവിൻ്റെ നിഷ്കളങ്കതയിൽ നമ്മൾ പഠിച്ചേ പറ്റും. അതെങ്ങനെ ആയിരിക്കണമെന്നാണ്. ഇപ്പോൾ ഓരോ ഇടവകയിലും 500, 1000 ഒക്കെ ആൾക്കാരുള്ള ഇടവകളുണ്ട്. അപ്പോൾ 1000 വീട്ടുകാരെന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യയാണ്. അവിടെ ഒരു വീട്ടിൽ 4 പേര് വെച്ച് കൂട്ടിയാൽ 4000 ആളുകളുണ്ടാവും ഒരു ഇടവകയിൽ. അപ്പോൾ ആ ഇടവകയിൽ ഒരു വ്യക്തിയും എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്. അത് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ കൂടെയാണ്. അവിടെ ഇങ്ങനെ പറയണം. അത് അതിൻ്റെ ആദ്യം ഒരു വായിക്കുമ്പോൾ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാവും. പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് വേണം. ഒരു വചനത്തിന് അറിവിൻ്റെ തലമുണ്ട്, ജ്ഞാനത്തിൻ്റെ തലമുണ്ട്, അതിൻ്റെ ജ്ഞാനത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലായെന്നാലേ നമ്മൾ ഇത് ഏത് ജ്ഞാനത്തിൻ്റെ തലത്തിലാണ് ഇത് കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കുചേർന്നില്ല, ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. അപ്പോൾ അരിമത്യക്കാരൻ ജോസഫ് എന്ന ഈ വ്യക്തിയെ ഞാൻ വളരെയേറെ എൻ്റെ ആത്മാവ് കൊണ്ട് പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ വ്യക്തിപരമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യനെ വ്യക്തിപരമായിട്ട് മനസ്സുകൊണ്ട്, ഭാവന കൊണ്ട് കണ്ട്, വചനത്തിൽ നിന്ന് അവൻ്റെ സ്വഭാവത്തെ പഠിച്ച് മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ കണ്ടു. അവൻ ആലോചന സംഘത്തിലെ ഒരു അംഗമായ അവൻ. അപ്പോൾ നമ്മുടെ ആലോചന സംഘം എന്ന് പറയുമ്പോൾ രൂപതകളിൽ ഓരോ രൂപതകളിലും ആലോചനാ സംഘങ്ങളുണ്ട്. മത്താനോട് ചേർന്നിട്ടുള്ള പ്രതിനിധികൾ, ഓരോ ഫൊറവനയുടെ പ്രതിനിധികളുണ്ടാവും, ഇടവകയുടെ പ്രതിനിധികളുണ്ടാവും, സൺഡേ സ്കൂളിൻ്റെ പ്രതിനിധികളുണ്ടാവും. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാവും. ഇടവകയെ സംബന്ധിച്ച് ഇടവക കമ്മിറ്റി അംഗം എന്ന് പറയുന്നു. ആ ഇടവക കമ്മിറ്റിയുടെ എടുക്കുന്ന തീരുമാനങ്ങൾ പൊതുയോഗത്തിൽ വായിക്കുന്നു. ഇങ്ങനെയൊക്കെ കുറേ നിയമങ്ങളിലൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ ഏതെങ്കിലും ആലോചനാ സംഘത്തിലെ നമ്മൾ പള്ളി കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ രൂപത കമ്മിറ്റി അംഗമോ
അല്ലെങ്കിൽ കേരള സഭയിലെ ഏതെങ്കിലും സഭാ അംഗത്വത്തിൻ്റെ ഭാരവാഹിത്വമോ ഉള്ള ഒരു വ്യക്തി ആയിരുന്നോ എന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് അങ്ങനെയുള്ള ഒരു അംഗത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? അരിമത്ഥ്യക്കാരൻ ജോസഫ്. അവൻ നമ്മളും പഠിച്ചോണം, നമ്മളും അങ്ങനെയുള്ള വ്യക്തിയാണോ നമ്മൾ പഠിച്ചോണം. അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. അവൻ ആലോചന സംഘത്തിലെ ഒരാൾ ആയിരുന്നു അങ്ങനെ. പക്ഷേ ഉണ്ടായിരുന്നെങ്കിലും അവൻ നല്ല മനുഷ്യനും നീതി നിറഞ്ഞവനായിരുന്നു, നീതിബോധം ഉണ്ടായിരുന്നു അവന്. ആലോചന സംഘത്തിലെ പള്ളി കമ്മിറ്റിയിലെ തട്ടിപ്പിനോ രൂപതാ കമ്മിറ്റിയിലെ തട്ടിപ്പിനും വെട്ടിപ്പിനോ അല്ലെങ്കിൽ സഭാതലത്തിലെ തട്ടിപ്പിനും വെട്ടിപ്പിനും ഒന്നും അവൻ നിന്നിരുന്നില്ല. അങ്ങനെ വന്ന് അവൻ നിൽക്കില്ല, അവൻ ഒന്നെങ്കിൽ ഇറങ്ങിപ്പോവും. എന്താ അവനെ കിട്ടി പറഞ്ഞിരിക്കുന്നത്? അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കുചേർന്നിരുന്നില്ല. ഇത്തരം കമ്മിറ്റികളിൽ അല്ലെങ്കിൽ ഇത്തരം പൊതുയോഗങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം സഭയുടെ കമ്മിറ്റി അംഗങ്ങളിൽ ഭാരവാഹിത്വ സമിതികളിൽ അംഗമായിരുന്നെങ്കിൽ പോലും അവൻ അവരുടെ ആലോചനകളിൽ പങ്കുചേരുകയോ അവരുടെ പ്രവൃത്തികളിൽ പങ്കുചേരുകയോ ചെയ്തിരുന്നില്ല. പക്ഷെ അവൻ ഒന്ന് ചെയ്തിരുന്നു, ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. അവൻ ദൈവരാജ്യം ക്രിസ്തുവിലുണ്ടെന്നും ക്രിസ്തു വരുമ്പോൾ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുമെന്നും ആ സ്ഥാപിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിൽ ഭൂമിയിൽ തന്നെ അംഗത്വം നേടി ജീവിക്കണമെന്നും അങ്ങനെ ജീവിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസ ബോധ്യമുണ്ടാവണമെന്നും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും വിശുദ്ധിക്കായിട്ട് തൻ്റെ ജീവനെയും ജീവിതത്തെയും മാർഗത്തെയും മാറ്റിവെക്കണമെന്നും അങ്ങനെ വിശുദ്ധിക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പാലിക്കണമെന്നും ഒക്കെ വ്യക്തമായി പഠിക്കുകയും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്ത് ക്രിസ്തുവിനെ നേരിട്ട് പോയി കാണുകയും ചെയ്ത് അദ്ദേഹം പ്രസംഗിക്കുന്നതും യേശു പ്രസംഗിക്കുന്നതും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് ഒരുപക്ഷെ ആ 5000 ആൾക്കാരുടെ കൂട്ടത്തിൽ ധ്യാനം കൂടാൻ അന്നത്തെ കാലത്ത് പോയപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി കൂട്ടത്തിൽ അതിലൊരപ്പ കഷ്ണം ഈ അരിമത്ഥ്യക്കാരൻ ജോസഫിന് കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവൻ ദൈവരാജ്യം എന്താണെന്ന് അറിയുന്നവന് സ്വർഗരാജ്യത്തെക്കുറിച്ച് അറിയാൻ ബുദ്ധിമുട്ടില്ല. ദൈവരാജ്യം എന്താണെന്ന് അറിയാത്തവന് സ്വർഗരാജ്യം മിഥ്യയാണ്, വെറും സങ്കല്പമാണ്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭൂമിയിൽ ക്രിസ്തുവിന് കൂടെയുള്ള ജീവിതമാണ് ദൈവരാജ്യം. നമ്മുടെ മരണശേഷം ഈ ക്രിസ്തുവിന് കൂടെ ഉണ്ടായിരുന്ന ഈ ഭൗതിക ശരീരത്തെ ഇവിടെ ഉപേക്ഷിച്ചാലും നമ്മളെ മരിച്ച് ഉയർപ്പിച്ച് കഴിയുമ്പോൾ ഉയർപ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ശരീരത്തെ വീണ്ടും തന്ന് മനസ്സും ശരീരം ആത്മാവിൽ നിന്ന് പൂർണ്ണ വ്യക്തിത്വം തന്ന് പൂർണ്ണ ഉയർപ്പ് തന്ന് സ്വർഗീയ നിത്യജീവിതത്തിലേക്ക് എടുത്തു മാറ്റുന്നതാണ് 2ാം ഘട്ടം, അതാണ് സ്വർഗീയ ജീവിതം. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന വ്യക്തമായ എൻ്റെ ഘടന, ദൈവരാജ്യത്തിൻ്റെ ഘടന, ക്രിസ്തു ആരെന്നുള്ള ഘടന, അത് നമ്മുടെ നീതി ഉണ്ടായിരിക്കേണ്ട അവസ്ഥ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ബോധ്യത്തിൻ്റെയും വളർച്ച, ക്രിസ്തുവിൽ അടിയുറച്ച ബോധ്യത്തിൻ്റെ ക്രമീകരണങ്ങൾ, അങ്ങനെ എല്ലാം ചെയ്ത് അങ്ങനെ ഒരു സമ്പൂർണ്ണ ക്രിസ്തു വിശ്വാസി, യേശു വിശ്വാസി, ദൈവരാജ്യ വിശ്വാസിയായിരുന്നു അരിമത്ഥ്യക്കാരൻ ജോസഫ്. അപ്പോൾ ഇവിടെ സഭാതലത്തിൽ മൺതിട്ടകൾ കാണുമ്പോൾ, വൈദികരിൽ മൺതിട്ടകൾ കാണുമ്പോൾ, കന്യാസ്ത്രീകളിൽ മൺതിട്ടകൾ കാണുമ്പോൾ, കമ്മിറ്റി അംഗങ്ങളിൽ മൺതിട്ടകൾ കാണുമ്പോൾ, മതാധ്യാപകരിൽ മൺതിട്ടകൾ ഉയരുമ്പോൾ, വചനപ്രഘോഷിയിൽ മൺതിട്ടകൾ ഉയരുമ്പോൾ, സഭാതലത്തിലും സഭയിലും ഇത്തരം മണൽത്തിട്ടകൾ ഉറപ്പിച്ച്, മണത്തിട്ട കണ്ടാൽ മണൽത്തിട്ടയുടെ മുകളിൽ ആരുണ്ട്? സാത്താൻ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, അവൻ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. അപ്പോൾ ജീവനില്ലാത്ത സ്ഥലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പൈശാചി തിന്മയാണ് ആര്? സാത്താൻ, പൈശാചി ദുരാത്മാക്കൾ. അവൻ മണൽത്തിട്ടകൾ നിർമ്മിക്കുകയും അതിൻ്റെ മുകളിൽ ജീവിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ആര്? സാത്താൻ. അപ്പോൾ മണൽത്തിട്ട ആരിലുണ്ടോ എവിടെയുണ്ടോ അവിടെ സാത്താനുണ്ട്. എന്നാൽ അത്തരം മണൽത്തിട്ടകൾ കാണുമ്പോൾ അവിടെ അരിമത്ഥ്യക്കാരൻ ജോസഫ് എങ്ങനെ ജീവിച്ചു? അങ്ങനെ ജീവിക്കുവാനുള്ള ഒരു കുബുദ്ധി, ഒരു സർപ്പജ്ഞാനം, ആ സർപ്പത്തിൻ്റെ വിവേകവും പ്രാവിൻ്റെ നിഷ്കളതയും കൊണ്ട് നാം ഇനി അങ്ങനെ ആയിരിക്കണം. അല്ലാത്ത പക്ഷം നാം ഈ സഭയുടെ, ഈ ആഗോള സഭയുടെ കൂട്ടത്തിൽ ജീവിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിരങ്ങി അങ്ങോട്ട് നീങ്ങിയാൽ നമ്മുടെ തൊലി പോകുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതവും പോകും. കാരണം ഈ സഭയെ നമ്മൾ ഇനി വിശ്വസിക്കേണ്ട കാലം അവിശ്വസിക്കേണ്ട കാലമാണ്. സഭയിലുള്ള വിശ്വാസമല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം, കൂതാശിയുള്ള വിശ്വാസം, ദൈവവചനത്തിലുള്ള വിശ്വാസത്തിലേക്ക് നാം ആഴപ്പെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെന്താ ചെയ്യുക? വെടിക്കെട്ട് കണ്ട് അങ്ങോട്ട് പോകും, ചെണ്ടമേളം കണ്ട് അങ്ങോട്ട് പോകും, പള്ളിപ്പെരുന്നാളിന് 10,000 കൊടുക്കും, അങ്ങോട്ട് കൊടുക്കും. ഏതച്ഛന്മാരും പള്ളിപ്പണി 10 കോടി 20 കോടി എത്ര കോടിയുടെ പള്ളി പണിയാൻ പറഞ്ഞാലും വാരിക്കോരി കൊടുക്കുന്ന സ്വഭാവം നമുക്കുള്ളെങ്കിൽ നമ്മുടെ ജീവിതവും നശിച്ചു. നാം മണൽത്തിട്ടയിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് നാം ഈ മേളങ്ങൾക്ക് പോകുന്നതും ഈ പണം വാരി കൊടുക്കുന്നതും ഗ്രഹിക്കാൻ കഴിവുള്ള ഗ്രഹിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് പ്രിയ സഹോദരരെ, ലൂക്കാട് സുവിശേഷം 23-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ കർത്താവ് പറയാണ്, എന്താ പറഞ്ഞിരിക്കുന്നത്? യഹൂദരുടെ പട്ടണമായ അരിമത്ഥ്യയിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു.
അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കുചേർന്നില്ല, അവരുടെ പ്രവൃത്തികളിലും പങ്കുചേർന്നില്ല. എന്നാൽ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവരുമായിരുന്നു. നാം ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നാം കമ്മിറ്റി അംഗമാകാം, മതാധ്യാപകനാകാം, വചനപോഷകനാകാം, മറ്റേതെങ്കിലും സഭാതലത്തിൽ അംഗമാകാം, ഒരുപക്ഷെ വൈദികനാകാം, ഒരുപക്ഷെ മെത്തറിനാകാം, വചനപോഷകനാകാം, കന്യാസ്ത്രീ ആവാം, ആയിക്കോട്ടെ, ഏതെങ്കിലും ആലോചന സംഘത്തിലോ ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ ആത്മാവും മനസ്സും എന്തുപോലെ ആയിരിക്കണം? ദൈവരാജ്യത്തിൽ ഊന്നിയുള്ളതായിരിക്കണം. സഭയുടെ ആലോചനകളിലോ സഭയുടെ ഇത്തരം വലിയ പള്ളി പണിയുന്ന ആർഭാടങ്ങളുടെ പദ്ധതികളിലോ സഭയുടെ ആഡംബരങ്ങളിലോ സാത്താന്യം അവൻ്റെ കൂട്ടുകാരെയുമായിട്ട് ബന്ധപ്പെടുന്ന മണൽത്തിട്ടകളുടെ പ്രവൃത്തികളിലോ നാം ചെന്നു ചേരാതെ, അവരുടെ പ്രവൃത്തികളിൽ പങ്കുചേരാതെ അവിടുന്ന് വിട്ടു നിൽക്കാനും മാറി നിൽക്കാനും കഴിയുന്ന ഒരു ദൈവരാജ്യ, ഒരു വചനപ്രഘോഷ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി ആയി മാറുവാനും ആ സ്വർഗരാജ്യത്തിൻ്റെ മുഖത്തിൽ പ്രവേശിക്കാൻ തക്കവിധം ബുദ്ധി, ജ്ഞാനവും വിവേകമുള്ളൊരു മനുഷ്യനായിട്ട് മാറുവാനും പ്രത്യേകിച്ചും അരമത്യക്കാരൻ ജോസഫിനെ ആയിത്തീരാനും നാം ഇവിടെ ശ്രദ്ധിച്ചു വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ചണ്ടമേളയിലും പോകില്ല, ഓരോ തിരുനാളുകൾക്കും പോകില്ല. തിരുനാൾ എന്ന് പറയുന്നതൊക്കെ എല്ലാം വെറും മണൽത്തിട്ടയുടെ പ്രവൃത്തികളാണ്. കുറേ ആചാര അനുഷ്ഠാനം, കുറേ ചെണ്ടമേളം, ബാൻഡ്യമേളം, അതിൻ്റെ ഈ നേർച്ച കാഴ്ചകൾ എല്ലാം ക്രിസ്തുവിരുദ്ധമാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 4-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞ്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ആ എഴുതപ്പെട്ട വചനത്തിൻ്റെ ജീവിത രീതിയിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരരമത്യക്കാരൻ ജോസഫിനെ പോലെ ഈ ലോകത്ത് പിടിച്ചു നിന്നാൽ നമുക്ക് ഈശോയുടെ വരവിൽ ഈശോയുടെ കൂടെ എടുക്കപ്പെടുവാനുള്ള 100% സാധ്യത നമുക്ക് ഉണ്ട്. ദൈവം തരും, അത് തരിക തന്നെ ചെയ്യും. എന്നാൽ അല്ലെങ്കിൽ ഇതങ്ങനെ അല്ല എങ്കിൽ നാം മറ്റ് മണത്തിട്ടയുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ, മണത്തിട്ടയുടെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വളരെ ദയനീയമായി തീരും, വളരെ അപകടകരമായി തീരും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം അരമത്യക്കാരൻ ജോസഫ് എന്ന തലക്കെട്ടാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അരമത്യക്കാരൻ ജോസഫിനെ പോലെ ആയി മാറുക. അരമത്യക്കാരൻ ജോസഫ് ആരാണെന്ന് പഠിക്കുക. ലൂക്കാട് സുവിശേഷം എടുത്ത് വെച്ച് വായിക്കുക. ലൂക്കാട് സുവിശേഷം 23-ാം അധ്യായം 50-ാം തിരുവചനം വെച്ചെടുത്ത് വായിക്കുക. അതിനുശേഷം ബാക്കി അവിടെ എഴുതി വെച്ച കാര്യങ്ങൾ, പിന്നെ അവൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് കൂടെ പഠിക്കുക. അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ അവൻ സൂക്ഷ്മദൃഷ്ടിയുള്ളവനായിരുന്നു അരമത്യക്കാരൻ ജോസഫ്. അത് സൂക്ഷ്മദൃഷ്ടിയും കുബുദ്ധിയും സദ്ബുദ്ധിയും നല്ല ബുദ്ധിയും സർപ്പബുദ്ധിയും പ്രാവണ നിഷ്കളങ്കതയും പരിശുദ്ധമ്മൻ്റെ അഗ്നി കൊണ്ടുള്ള ദൈവശക്തിയും എല്ലാം ആ മനുഷ്യനുണ്ടായിരുന്നു. നന്മയേത് തിന്മയേത്. അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ ആലോചനകളിലോ പ്രവർത്തികളിലോ പങ്കു ചേർന്നിരുന്നില്ല. കമ്മിറ്റി ആലോചനകൾ, തിരുനാൾ കമ്മിറ്റി ആഘോഷിക്കുക, വലിയ തിരുനാൾ കമ്മിറ്റി ഉണ്ടാക്കുക. തിരുനാൾ കമ്മിറ്റി പുള്ളി നിൽക്കാതെ അവിടുന്ന് ഇറങ്ങി മാറും. അവിടെ പ്രവൃത്തി. പിന്നെ വെടിക്കെട്ടാണ് വരുന്നത്. വെടിക്കെട്ടിൽ ഒരാൾ, ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ പണ്ട് ചെമ്പേരി പറയുന്ന സ്ഥലത്ത് ഒരു പറവനപ്പള്ളി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പറവനപ്പള്ളിയാണ്. അവിടെ ഒരു 5-10-18 വർഷം മുമ്പ് ഒരാൾ മരിച്ചതുണ്ട് വെടിക്കെട്ടിലൂടെ. എന്നിട്ട് ഇന്നും വെടിക്കെട്ട് ചുവന്നുകൊണ്ട് നടക്കുക കത്തോലിക്ക സഭ. എത്ര പേരുടെ ജീവനെ കുരുതി കൊടുത്തിട്ടുണ്ട് ഈ വെടിക്കെട്ടിലൂടെ. എന്നിട്ട് ഇന്നും കൂടെ നടക്കുക. പിന്നെ ഏത് മണലാണ് ഇത് സഭ തന്നെ മുതുമണല, മണലിൻ്റെ കൂമ്പാരമാണ് കത്തോലിക്ക സഭ. തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ. ഇവിടെ നമ്മൾ ആരുടെ ബുദ്ധി നമുക്ക് വേണം? അരമത്യക്കാരൻ ജോസഫിൻ്റെ ഒരു ബുദ്ധി വേണം നമുക്കവിടെ. അത്തരം ആലോചനകളിലോ അത്തരം സാധനം പള്ളി മുറ്റത്ത് കയറാൻ പോലും പാടില്ല. ഒരു തിരുനാളിലും പള്ളി മുറ്റത്ത് കയറാതിരിക്കാൻ കഴിവുണ്ടോ നിനക്ക്? ചങ്കുറ്റും ധൈര്യമുണ്ടോ? അതിനുള്ള ജ്ഞാനവും വിവേകമുണ്ടോ നീ? എങ്കിൽ നീ അരമത്യക്കാരൻ ജോസഫാണ്. അങ്ങനെയെങ്കിൽ നീ ദൈവരാജ്യത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിനക്ക് സ്വർഗരാജ്യവും ഉറപ്പാണ്. അല്ലെങ്കിൽ നിന്റെ ദൈവരാജ്യം ഉണ്ടാവില്ല, നിന്റെ സ്വർഗരാജ്യം ഉണ്ടാവില്ല. നീ എന്നേക്കും നിത്യതയുടെ പാതാളത്തിൻ്റെ അഗാധങ്ങളിലേക്ക് മാറ്റപ്പെടും. ഹല്ലേലൂയ. അതിനാ പ്രിയ സഹോദരങ്ങളെ, അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഈ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവുമായിട്ട് എന്തെല്ലാം ഒരുക്കങ്ങൾ, ഏതെല്ലാം ഭൗതിക വസ്തുക്കളുടെ ഒരുക്കങ്ങൾ കൂടി വേണമെന്ന് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതിൽ ഓരോ ഘട്ടമായിട്ട് ഏകദേശം ഒരു 5 ക്ലാസ്സുകൾക്ക് മുതൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം മുതൽ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ ഒരുക്കത്തിൻ്റെ പ്രത്യേക ക്ലാസ്സാണ് നിങ്ങൾക്ക് തരുന്നത്. പ്രത്യേക ക്ലാസ്. ഇത് എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. വളരെ നിഗൂഢ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി, നിങ്ങൾക്ക് കിട്ടാത്ത രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തന്നും പഠിപ്പിച്ചും പറഞ്ഞു തന്നും പഠിപ്പിച്ചും കാണിച്ചു തന്നും വചനം പങ്കുവെച്ചും തന്നുകൊണ്ടാണ് നിങ്ങളതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. 1000 പേർ, 500 പേർ, 600 പേർ, 800 പേരൊക്കെ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നവർ ആരെങ്കിലും ഒരാൾ കേട്ടെ. അതിനകത്തൊരു കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കമൻറ്റ് കിട്ടു, യേശുക്രിസ്തു ഉടൻ തന്നെ വരുമെങ്കിൽ പിന്നെ എന്തിനാണ് ബ്രദറെ അവിടെ ഇനി ധ്യാനമന്ദിരം പണിയുന്നത്, അല്ലെങ്കിൽ ഇനി എന്തിനാണ് ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ 2 മാസവും 3 മാസവും ഇങ്ങോട്ട് താമസമുണ്ടെങ്കിൽ ആ 3 മാസത്തിനുള്ളിൽ ഒരാളാണ് ഈ വചനം കേട്ട് രക്ഷപ്പെടുന്നെങ്കിൽ ആ ഒരാളെ പ്രതി കർത്താവ് അവിടെ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കും.
ആ ഒരു വ്യക്തിയെ ദൈവം നേടാൻ വേണ്ടിയിട്ടായിരിക്കും ഈ 3 മാസം അല്ലെങ്കിൽ ഈ 1 വർഷം ഇവിടെ കർത്താവ് നീട്ടി വെച്ചിരിക്കുന്നത്. ഒരു വ്യക്തി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് 99 മലയിൽ വിട്ട് കാണാതെ പോയി ഒന്നിൻ്റെ പുറകെ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു അതാണ് ദൈവപുത്രൻ, അതാണ് ദൈവം, അതാണ് യേശു ക്രിസ്തു. യേശുവിൻ്റെ പ്രത്യേകത പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു ദൈവം ഈ ലോകത്ത് മറ്റൊന്നുണ്ട്. മറ്റേതെങ്കിലും സഭയിലെയോ മതത്തിലെയോ ചട്ടക്കൂടിലെയോ ഏതെങ്കിലും ഒരു ദൈവം അങ്ങനെ പറഞ്ഞായിട്ട് മറ്റേതെങ്കിലും മതഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ടോ? ഒന്നുമില്ല. അത് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പോലെ തുലനം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ദൈവവും മറ്റൊരു വ്യക്തിത്വവും ഭൂമിയിൽ ഇന്നുവരെ ജനിക്കാതെ പോയതും ഒരിക്കലും ജനിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് അരമത്യക്കാരൻ ജോസഫിനെ പോലെ ഒരുങ്ങുവാൻ ഈ പശ്ചാത്തലം വളരെ ശ്രദ്ധയോടെ ജീവിക്കണം. കർത്താവിൻ്റെ യുഗാന്ത്യവും അതിൻ്റെ വിളവെടുപ്പും 2000 വർഷം മുമ്പ് മുതൽ കർത്താവിൻ്റെ സുവിശേഷമാകുന്ന നെൽവിത്ത് ഗോതമ്പ് മണി വാരി ഈ ഭൂമിയിലേക്ക് എറിഞ്ഞപ്പോൾ അതിന് പൊട്ടിമുളച്ച നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മക്കളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഇത്തരം നിഗൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തൽ നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ ജ്ഞാനിയാകണം, നിങ്ങൾ ജ്ഞാനം നേടണം, നിങ്ങൾ അതീന്ദ്രിയ ജ്ഞാനം നേടണം. നിങ്ങൾ ഈ കത്തോലിക്ക സഭയുടെ പ്രബോധനത്തെ അതിശയിപ്പിക്കുന്ന അതിബുദ്ധിയും അതിജ്ഞാനവും നിങ്ങൾ ആർജിച്ചെടുക്കണം. അതുകൊണ്ടാണ് നിയമജന പരിസരയുടെ നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ, നിന്റെ നീതി അതിശയിക്കുന്നില്ല, നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ലെന്ന് കർത്താവാണ്. അതങ്ങനെ വ്യക്തമായിട്ട് ചോദിച്ചു. അതുകൊണ്ട് ഇത്ര വ്യക്തമായി നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. പ്രിയ സഹോദരനെ, ഒരു അരമത്യക്കാരൻ ജോസഫിനെ മനസ്സിൽ ക്രിയേറ്റീവ് ചെയ്യുക. നമ്മൾ ഭാവനയിൽ ഞാൻ ഒരു അരമത്യക്കാരൻ ജോസഫ് ആണെങ്കിൽ എൻ്റെ ഇടവകയിൽ പള്ളി കമ്മിറ്റികളുണ്ട്, ഇനി തിരുനാൾ കമ്മിറ്റികൾ വരും, ഓണത്തിന് ഓണക്കമ്മിറ്റികൾ വരും, പിന്നെ ജൂബിലി കമ്മിറ്റികൾ വരും, മറ്റനേകം കമ്മിറ്റികൾ വരും. ഇങ്ങനത്തെ കമ്മിറ്റികളിലൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ആലോചനകളിൽ പങ്കുചേർന്നില്ല, അവരുടെ പ്രവൃത്തികളിൽ പങ്കുചേരാതെ മാറി നിൽക്കുകയും ചെയ്യും. അതിനുള്ള ബുദ്ധിയും വിവേകവും നമുക്കുണ്ടാവണം. അങ്ങനെ നമ്മുടെ കമ്മിറ്റി ഒഴിവാക്കിക്കോട്ടെ, പ്രശ്നമില്ല, അത് വിഷയമല്ല. അങ്ങനെ ഒഴിവാക്കിക്കോട്ടെ. ഞാൻ അവർ നമ്മളെ നിയമിച്ചോ, സെലക്ട് ചെയ്തോ, അത്തരം സാഹചര്യം വരുമ്പോൾ നമ്മളവിടുന്ന് മാറിക്കോണം. ബാക്കി അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ അത്യാവശ്യം സഹകരിച്ച് നിന്നുള്ളൂ. അതിനുള്ള ജ്ഞാനം നമ്മളുണ്ടാവണം. ഒരു സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തർ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറട്ടെ. കർത്താവായ യേശു ക്രിസ്തു 2ാമത്തെ പടിവാതിക്കൽ അത് അത്തിമരം പൂത്തിരിക്കുന്നു. നിങ്ങൾ ഇസ്രായേലിലേക്ക് നോക്കുവാൻ, അത്തിമരത്തെ നോക്കുവാൻ, അവൻ്റെ കൊമ്പുകൾ ഇളതായി ശാഖകൾ കിളിർക്കുന്നു കാണുമ്പോൾ അവൻ വാതിൽക്കലെത്തിയിരിക്കുന്നു മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ ഇസ്രായേൽക്കാർക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയം ഇല്ലാത്തത് കൊണ്ട് അവരടുത്ത് തന്നെ ഒരു ജെറുസലേം ദേവാലയം, അവരുടെ യഥാർത്ഥ ജെറുസലേം ദേവാലയം AD 80 അടിച്ച് തകർക്കപ്പെട്ട സോളമൻ പണിത ജെറുസലേം ദേവാലയം ഇസ്രായേൽക്കാർ പണിത അതേ സ്ഥാനത്ത് വീണ്ടും ഒരു ജെറുസലേം ദേവാലയം ഒരു പണിയും. അത് 3ാം ലോക മഹായുദ്ധത്തിൻ്റെ ചവിട്ടുപടിയായിരിക്കും. അത് 2027 ജനുവരി മാസത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങോട്ടെത്താൻ 1 വർഷം കൂടി മാത്രം ബാക്കി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ, പ്രിയ സഹോദരനെ, നമ്മൾ അരമത്യക്കാരൻ ജോസഫിനെ പോലെ വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, ജ്ഞാനത്തിൽ, വിവേകത്തിൽ, സത്യസന്ധതയിൽ, നീതിബോധത്തിൽ, ധാർമ്മിക അടിസ്ഥാനത്തിൽ, ധാർമ്മിക മൂല്യത്തിൽ, ധർമ്മനിഷ്ഠയിൽ നീതിബോധമുള്ളവരായി സർക്രിസ്താവ് യേശു ക്രിസ്തുവിനെ ധരിക്കുകയും. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യേക കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുകയും. ക്രിസ്തു ധരിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ശരീര രൂപം പ്രാപിച്ച ഒരു വ്യക്തിയായിട്ട് നമുക്ക് രൂപാന്തരം പ്രാപിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുമ്പോഴാണ് നിത്യജീവൻ നമുക്ക് ലഭിക്കുക. ഹല്ലേലൂയ. അതിനെ അമ്മ ഒരു സമത്വം അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.